നമസ്കാരം. പ്രവാസി മലയാളി പ്രസ്സിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനമായ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു പ്രവാസിയുടെ വിയോഗത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരം വർക്കല ചിലക്കൂർ കുന്നിൽ വീട്ടിൽ ദിൽധാർ എന്ന 42 വയസ്സുള്ള ആള് ജിദ്ദയിൽ കുഴഞ്ഞു വീണു മരിച്ചു. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഷറഫിയയിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചിരുന്നു. പക്ഷേ ഉടൻ കുഴഞ്ഞു വീഴുകയും മരിക്കുകയുമായിരുന്നു. അബൂഹൂറിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിരുന്നു. ദിൽദാർ കൊടിമരം വാരിയേഴ്സ് എന്ന ക്രിക്കറ്റ് ക്ലബിലെ അംഗം കൂടിയാണ്. 14 വർഷമായി സൗദിയിൽ പ്രവാസിയാണ്. അച്ഛൻ ഖമറുദ്ദീനാണ്, മാതാവ് ജമീല ബീവി, ഭാര്യ ഖദീജ, മക്കൾ മുഹമ്മദ് ദിൽഖാൻ, ദിൽഷ ഫാത്തിമ, ദിൽന ഫാത്തിമ എന്നിവരാണ്. മരണാനന്തര നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സുഹൃത്തുക്കളും KMCC വെൽഫെയർ വിംഗ് അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരുമെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നുണ്ട്, പ്രവാസികൾക്കിടയിലെ ഹൃദ്രോഗം, അതുപോലെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി കണക്കാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ 3ാമത്തെ വട്ടമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച തന്നെ എടുക്കുന്നത്. അത് കൃത്യമായി ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രവാസികളുടെ മരണനിരക്ക് വലിയ രീതിയിൽ കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇതാ ഒരു പ്രവാസി ഹൃദയാഘാതമാണെന്ന് കരുതിയിട്ട് അടിയന്തര ചികിത്സ തേടി അബുദാബിയിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. 23 വയസ്സ് മാത്രമായിരുന്നു ഈ പ്രവാസിയുടെ പ്രായം. നെഞ്ചെടുപ്പ്, വെപ്രാളം, ക്ഷീണം, ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. വിശദമായ പരിശോധനയിൽ പക്ഷേ ഹൃദ്രോഗത്തിന്റെ യാതൊരുവിധ സാധ്യതകളും കാണുന്നുമില്ല. എമർജൻസിയിൽ നിന്ന് ഹൃദ്രോഗ വിദഗ്ധന്റെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. കൂടുതൽ പരിശോധനകൾക്കായി മാനസികാരോഗ്യ വിഭാഗത്തിലെത്തിയപ്പോഴാണ് ഹൃദയാഘാതമല്ല, മറിച്ച് അമിത ഉത്കണ്ഠയാണ് കാരണമെന്ന് മനസ്സിലാകുന്നത്. ഹൃദയാഘാതം മാത്രമല്ല, ഈ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്ന ഈ ഒരു വസ്തു അല്ലെങ്കിൽ ഈ ഒരു സംഭവം രോഗാവസ്ഥ നമുക്ക് വേണമെങ്കിൽ വിളിക്കാമെന്ന് തോന്നുന്നു. ഈ ഒരു അവസ്ഥയും ഇപ്പോൾ പ്രവാസികൾക്കിടയിൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇത് മൂലം യുവാവിന്റെ ജോലി വരെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. പക്ഷേ ഒരു വർഷത്തെ കൃത്യമായ പരിചരണത്തിലൂടെ തിരിച്ച് ജീവിതത്തിലേക്കും ജോലിയിലേക്കും വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ ദൈനംദിന കടന്നുപോകുന്ന പ്രവാസ ലോകത്തെ ആതുര ശുശ്രൂഷകരുടെ പ്രതിനിധിയായ അബുദാബി മെഡിയോർ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ബിനോ മേരി ചാക്കോ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ ചാനലിൽ തന്നെയാണ് ഈ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നഷ്ടമായിട്ടുള്ളത് കൊടിമരം വാരിയേഴ്സിലെ മികച്ച ക്രിക്കറ്റ് താരത്തിനെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഇത് രണ്ടും 1-2 പേരുടെ മാത്രം അവസ്ഥയല്ല. കുടുംബങ്ങളിൽ നിന്ന് അകന്ന് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ പ്രവാസികൾ നേരിടുന്ന ഒരു അതിഭീകരമായ അവസ്ഥ തന്നെയാണ് ഇതെന്ന് പറയാം. ചിലർ ഒരു ആശുപത്രിയിലെ ചികിത്സ ഫലപ്രദമല്ലെന്ന് കാട്ടി മറ്റൊരിടത്തേക്ക് മാറും. കാരണം ഹൃദ്രോഗമാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്ര ലക്ഷണങ്ങളെല്ലാം ഹൃദ്രോഗത്തിൻ്റെതാണ്, പക്ഷേ ചികിത്സിക്കുമ്പോൾ അതൊന്നുമല്ല, അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നുമല്ല. അപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കും. നമുക്കറിയാലോ, സ്വയം ചികിത്സിക്കും. കാരണം ആശുപത്രിയിൽ പോയിട്ടൊന്നും കാര്യമില്ല, ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവർ തന്നെ നോക്കും. ഗ്യാസിന്റെ ഗുളിക കഴിക്കും. അപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രവാസ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളി. അപ്പോൾ ഹൃദ്രോഗം തന്നെ നമ്മൾ ഇതിൻ്റെ മുൻപേ 1-2 പ്രാവശ്യം പറഞ്ഞു, ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ വളരെയധികം കൂടുതലാണ്. അതിന് കാരണം ഭക്ഷണവും അതുപോലെ തന്നെ വ്യായാമത്തിന്റെ അഭാവവും ഇതെല്ലാമാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും പ്രവാസികളിൽ കൊളസ്ട്രോൾ കൂടുന്നത്, BP കൂടുന്നത്, ഈ BP കൂടുന്നത് ഇതെല്ലാം തന്നെ മാനസികവുമായി കൂടി ബന്ധപ്പെട്ടതാണ്. കാരണം ഇത്രയും ടെൻഷൻ ഒക്കെ കൂടുമ്പോൾ ഇവർക്ക് ഈ അസുഖങ്ങൾ വരാം. അതിന്റെ ഭാഗം തന്നെയാണ് മാനസികാരോഗ്യ വിദഗ്ധനെ കാണാനുള്ള ബുദ്ധിമുട്ട്, സമൂഹത്തിനോടുള്ള ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ പരിരക്ഷമയില്ലായ്മ. മറ്റ് അസുഖങ്ങൾക്കെല്ലാം തന്നെ ഇൻഷുറൻസ് ഉണ്ട്. ഈ മാനസികമായ ഇതിനൊന്നും ഇൻഷുറൻസ് കൊടുക്കുന്നില്ല. പലപ്പോഴും ആളുകൾക്ക് ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാനും സാധിക്കാതിരിക്കുന്നുണ്ട്. ഇനി മനസ്സിലാക്കിയാൽ തന്നെ ചെറിയ ജോലികൾ ചെയ്ത് ക്യാമ്പുകളിലും മറ്റും താമസിക്കുന്ന പല പ്രവാസികൾക്കും ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനും ഒന്നുമുള്ള ചെലവ് താങ്ങാൻ പറ്റില്ല. പല ജോലികളിലും, പ്രത്യേകിച്ച് ചെറിയ ജോലികൾ ചെയ്യുന്നവരുടെ ഇൻഷുറൻസിൽ സൈക്യാട്രി ഉണ്ടാവില്ല. അതിനാൽ ഇതൊരു വലിയ ചെലവാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഉത്കണ്ഠ, വിഷാദം, പാനിക് അറ്റാക്ക് പ്രവാസികളിൽ പതിവായി കാണുന്നതാണ് ഇതെല്ലാം. ഈ പാനിക് അറ്റാക്ക് തുടങ്ങിയ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൃദ്രോഗത്തിനോട് തന്നെ ഉപമിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പല പ്രവാസികളും വീടിനകത്ത് മരിച്ച നിലയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പാനിക് അറ്റാക്ക് ഉണ്ടായി അവർ ചിലപ്പോൾ ഒരു വെള്ളത്തിനായിട്ട് കിടന്ന് ചിലപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് മരണപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം.
അത്തരത്തിൽ അതായത് നമുക്കിത് ചെറുതായി കാണാൻ കഴിയില്ല. നമ്മളിവിടെ സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബം ഒത്ത് കഴിയാൻ, അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു നല്ലൊരു ഭാവി, നല്ലൊരു വീട്, അല്ലെങ്കിൽ സഹോദരിയുടെ വിവാഹം, മക്കളുടെ പഠനം, മക്കളുടെ വിവാഹം, ഇതൊക്കെ സ്വപ്നം കണ്ടാണ് ഒരു മനുഷ്യൻ പ്രവാസ ലോകത്ത് ചെന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടണം, ആ മനുഷ്യന്റെ ആരോഗ്യം നന്നായിരിക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത് കുടുംബമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ കൂടി ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അതുപോലെ അക്യൂട്ട് സൈക്കോസിസ്, ബൈപോളാർ പോലുള്ള അവസ്ഥകൾ വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമേ കാണാറുള്ളൂ. പ്രവാസികളിൽ പകുതിയും കുടുംബത്തോടൊപ്പമാവില്ല ഇവിടെ നിൽക്കുന്നത്. ക്യാമ്പുകൾ പോലുള്ള ഷെയറിംഗ് സ്ഥലങ്ങളിൽ നിൽക്കുന്നവർക്ക് ഭക്ഷണം, ഉറക്കം എന്നിവയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരിക്കും. കൂടെയുള്ള ആളുകൾ അസുഖം വന്ന് മരിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന പേടിയാണ് മറ്റൊന്ന്. എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് ആരുണ്ടാകുമെന്ന പേടി, ഇത് പതിയെ അമിത ഉത്കണ്ഠയിലേക്ക് നയിക്കും. പലർക്കും നാട്ടിലെത്തുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല. ജോലി സമ്മർദ്ദമാണ് മറ്റൊരു വില്ലനായിട്ട് വരുന്നത്. അവധി പോലും ഇല്ലാതെ ജോലി ചെയ്യുന്നത് ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം എന്നിവയ്ക്കൊക്കെ കാരണമാകാറുണ്ടെന്നും ഡോക്ടർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ മാനസിക സംഘർഷങ്ങൾ എങ്ങനെ നേരിടാം എന്നൊരു ചോദ്യം വരുമ്പോൾ അതിനും കൃത്യമായ ഉത്തരമുണ്ട്. കൃത്യമായ വ്യായാമം, ഉറക്കം, സമീകൃത ആഹാരം എന്നിവ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വ്യായാമം പോസിറ്റീവ് ഹോർമോണുകളെ പുറപ്പെടുവിക്കുന്നത് ഉന്മേഷം നൽകും. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി ഈ സമീകൃത ആഹാരം കഴിക്കുന്നത് പൊണ്ണത്തടി, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിപ്പോൾ രാവിലെ മുതൽ രാവിലെ പണിക്ക് കയറി ഒരു 12 മണിക്കൂറായിരിക്കും വർക്ക് പ്രഷർ ഉണ്ടാവുക, വർക്ക് ഉണ്ടാവുക. അതിനുശേഷം വീട്ടിലേക്ക് വരുന്നു, ചിലപ്പോൾ വസ്ത്രം പോലും മാറാതെ കിടക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കിടന്ന് നമ്മൾ മൊബൈൽ ഫോണിൽ നോക്കി കഴിച്ചാൽ കഴിച്ചു, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് കിടക്കുന്നു. അങ്ങനെയുള്ള നിരവധി പ്രവാസികളുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നടക്കാൻ പോലും ശേഷിയില്ലാതെ ആയിരിക്കാം വരിക. പക്ഷേ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുന്നത് കാരണം തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ വ്യായാമം ചെയ്യുക. കിട്ടുമ്പോഴെന്നല്ല, എല്ലാ ദിവസവും ചെയ്താൽ അത്രയും നല്ലത്. ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുക. അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. പലരും സ്ട്രെസ് മാറ്റാൻ നല്ല ബിരിയാണി കഴിച്ചാൽ സ്ട്രെസ് മാറും എന്ന് പറയാറുണ്ട്. ഒപ്പം സ്ട്രെസ് മാറുമായിരിക്കും, പക്ഷെ കൂടെ വരുന്ന മറ്റ് ജീവിതശൈലി അതുകൂടി നമ്മൾ കണക്കാക്കേണ്ടത്. വല്ലപ്പോഴും ഒരു ബിരിയാണി കഴിച്ചാലോ, അല്ലെങ്കിൽ മന്തി കഴിച്ചാലോ, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അൽഫാം പോലുള്ളത് കഴിച്ചാലോ വല്ലപ്പോഴും കഴിക്കുന്നത് ഓക്കെ, പക്ഷെ സ്ഥിര ഭക്ഷണം അതാക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നമുക്കറിയാം ഓരോ ഷെയറിംഗ് ഹോമിലും ഒരു കട്ടിലായിരിക്കും അവരുടെ ലോകം എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യനൊരു സമൂഹ ജീവിയാണല്ലോ. അതിനാൽ തന്നെ പുറത്തിറങ്ങിയ ആളുകളുമായി ഇടപെടുന്നതിന് സമയം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. സന്തോഷം തരുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അകലെയാണെങ്കിലും ഇന്റർനെറ്റ്, ഫോണ്, സമൂഹ മാധ്യമം എന്നിവയിലൂടെ കുടുംബവുമായി അടുത്ത ബന്ധം എപ്പോഴും പുലർത്തിക്കൊണ്ടേയിരിക്കുക. ബന്ധങ്ങൾ ആരോഗ്യകരമായി തന്നെ നിലനിർത്താൻ കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കുക. അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന പാളിച്ചകൾ മാനസികാരോഗ്യം തകർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരക്കാരുടെ എണ്ണം ഓരോ ദിവസം പ്രവാസ ലോകത്ത് ഉയരുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃബന്ധം, ഇത് ആരോഗ്യകരമാണെന്ന് ഉറപ്പുവരുത്തുക. പങ്കാളി മാനസിക വൈകല്യങ്ങൾ ഉള്ളവരാണെങ്കിൽ സഹിക്കുന്നതിന് പകരം അതിൽ നിന്ന് കരകയറാൻ വിദഗ്ധ സഹായം തേടുക. ഇതിനൊപ്പം തന്നെ നാട്ടിലിപ്പോൾ ഭർത്താവ് അവിടെയാണെങ്കിൽ ഭാര്യമാരും കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. അവരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ തന്നെയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അവിടെ ആയിരിക്കുക, ഭാര്യ ഇവിടെ, കുട്ടികളുടെ സമ്മർദ്ദം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് സമ്മർദ്ദം അവർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കുക, അവരൊക്കെ കുറച്ചുകൂടി മനസ്സിന് അത്രയധികം ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരോട് ഇടപെടാൻ ശ്രമിക്കുക. കാരണം അവരവിടെ ഒറ്റയ്ക്കാണെന്ന് ഓർക്കുക. ഇവിടെ നമുക്ക് ആ ഒരാളാണ് ഇല്ലാതെയുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. പക്ഷെ അവിടെ ആൾക്ക് വേറെ ആരുമില്ല, തനിക്കിതാരെന്ന രീതിയിലാണ് അവരവിടെ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. അതുപോലെ മാനസികാരോഗ്യത്തിന് ഇൻഷുറൻസ് കവറേജ് നൽകാൻ തൊഴിൽ ദാതാക്കളും അധികൃതരും മുൻകൈ എടുക്കേണ്ടതാണ്. ഇതിലൂടെ എല്ലാവർക്കും വിദഗ്ധ സേവനങ്ങൾ എടുക്കാൻ സാധിക്കും. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ജോലിയുടെ സമ്മർദ്ദത്തെ പേടിക്കാതെ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ജോലി എന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചില ജോലികൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മുടെ ജോലി അതാണ്. ആ സമ്മർദ്ദത്തിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. സർട്ടിഫൈഡ് ആയിട്ടുള്ള വിദഗ്ധരുടെ അടുത്തു നിന്ന് മാത്രം സേവനങ്ങൾ എടുക്കുക. ഇൻഷുറൻസ്, സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവയുണ്ടെങ്കിൽ നാട്ടിലുള്ള സർട്ടിഫൈഡ് വിദഗ്ധരുമായി ടെലി കൺസൾട്ടേഷൻ നടത്തുക. ഇപ്പോൾ എവിടെ ദുബായിലോ അല്ലെങ്കിൽ ഗൾഫിലെ ഏതെങ്കിലും രാജ്യങ്ങളിലുമായിട്ടുള്ള മാനസിക രോഗ വിദഗ്ധരെ കാണുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള സൈക്യാട്രിസ്റ്റുകൾ ആരെങ്കിലുമായിട്ട് കുറച്ചുകൂടി അടുപ്പം ഉണ്ടാക്കുക. അവരുമായിട്ട് ഫോൺ കോളിൽ കൂടെ ബന്ധപ്പെടാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ മക്കളുമായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടോ ഒക്കെ വളരെ നല്ല രീതിയിൽ
ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റൊന്നെല്ലാം തുറന്ന് പറയുക. അതായത് ഒന്നും മടക്കി വെച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതിരിക്കുക. തങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഫോണിലൂടെ പറയുമ്പോൾ നാട്ടിലുള്ളവർ എങ്ങനെ അത് എടുക്കും, അവർക്ക് ടെൻഷൻ ആവില്ല എന്ന് കരുതി പറയാതെ പലരുടെയും ബുദ്ധിമുട്ട് പറയാതിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ജീവനാണ് അത് പൂർണ്ണമായും പോകുന്നത്. ഇനി സന്തോഷത്തോടു കൂടി ആ നാട്ടിലിരിക്കാൻ ഒരു പക്ഷെ നമ്മൾ ബാക്കി ഉണ്ടാകണമെന്നില്ല. കാരണം അത്തരത്തിൽ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും. 23, 43, 42 വയസ്സ് മാത്രം പ്രായമുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ എത്ര വാർത്ത വായിച്ചിട്ടുണ്ട്. 21 വയസ്സ് മാത്രം പ്രായമുള്ള പ്രവാസികൾ പ്രവാസ ലോകത്തേക്ക് ചെന്ന വളരെ ചെറിയ മാസം അല്ലെങ്കിൽ 2-3 മാസം കഴിയുമ്പോൾ ഒരു ഹൃദയാഘാതം മൂലം മരിക്കുന്നു. നാട്ടിലേക്ക് പെട്ടിയും പാക്ക് ചെയ്ത് വിമാനത്താവളത്തിലെത്തുന്നവർ ഹൃദയാഘാതം മൂലം മരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ, അത് മറ്റൊന്നിൽ എടുത്തു പറയേണ്ടത്, കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിക്കുമ്പോൾ നാളൊരു സമയത്ത് താനും ഇവിടെ നിന്ന് ഉണ്ടാകുമോ എന്നുള്ള പേടിയെല്ലാം സംഭവിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വീട്ടുകാരും ഒപ്പമുള്ളവരും എല്ലാവരും തമ്മിൽ പരസ്പരം ഒരു സഹകരണവും സ്നേഹവും ഉണ്ടാവുക. നമ്മൾ ഈ പറയുന്നത് എങ്ങനെ എടുക്കുമെന്നറിയില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഇതിന്റെ താഴെ നിരവധി നെഗറ്റീവ് കമന്റ്സ് വരാം. നിങ്ങൾക്ക് ആരാ സംസാരിക്കാൻ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക, ഈ പറഞ്ഞതെല്ലാം ശരിയല്ലേ? തീർച്ചയായും അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം. നമസ്കാരം.